ഇപ്പോൾ പരിശോധിക്കുകയാണ്. എറണാകുളം പെരുമ്പാവൂർ കീഴിലത്ത് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് ഭാര്യയെ കൊന്നത്. ഭർത്താവ് ലൈജുവിനായി അന്വേഷണം ആരംഭിച്ച പോലീസ്. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുന്നു. അബ്ദുൾ, ആരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്? എന്താണ് കുടുംബപരമായ പ്രശ്നമാണോ നിലവിൽ കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്? ശാബിലി, നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ ഒരു വഴക്ക് അത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പെരുമ്പാവൂർ കീഴിലത്ത് വെച്ചാണ്, അവിടെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും ഉച്ചയോടുകൂടി ഒരു 12:30യോടുകൂടി ഇവർ തമ്മിലൊരു വഴക്കുണ്ടായി. ഇതിനുശേഷം ഭർത്താവ് ലൈജു ഭാര്യ ബിജിമോളെ കഴുത്തിൽ കിടന്നിരുന്ന ഷാൾ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവരുടെ ഒരു മകനുണ്ട്. മകൻ ആ സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഹോട്ടലിന്റെ റൂമിലേക്ക് എത്തിയപ്പോഴാണ് അമ്മ മരിച്ചു കിടക്കുന്നതായി മകൻ കണ്ടത്. പിന്നീട് താഴത്തേക്ക്, അതായത് ഹോട്ടലിന്റെ താഴത്തേക്ക് എത്തുകയും ബഹളം വെച്ച് ആളെ കൂട്ടുകയുമായിരുന്നു. ഉടൻ തന്നെ ആളുകൾ എത്തി ഈ യുവതിയെ, ബിജിമോളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും സംഭവത്തിൽ കുറുപ്പംപടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ ലഭ്യമാകുന്ന സ്ഥിരീകരിക്കാത്തൊരു മറ്റു വിവരം ലഭിക്കുന്നത് കളമശ്ശേരിയിൽ നിന്ന് ഈ ഭർത്താവ് ലൈജു പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. പോലീസിന്റെ കസ്റ്റഡിയിൽ ഇയാൾ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഈ സംഭവത്തിന് ശേഷം ഇയാൾക്ക് ചില പരിക്കുകൾ പറ്റിയിരുന്നു. അതിനായി ആശുപത്രിയിൽ ചികിത്സ തേടാൻ എത്തിയപ്പോൾ അവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പക്ഷേ അതിലൊരു സ്ഥിരീകരണം സംഭവിച്ചിട്ടില്ല. ഏതായാലും ഭർത്താവും ഭാര്യയും തമ്മിലുണ്ടായിരുന്ന ഒരു വഴക്ക് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഷാമിലി. ശരി, അബ്ദുൾ റഹീം.